നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ സ്വല്പം കൂടി ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാനുള്ളൊരു അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കുവാനും ഭൂമി കണ്ടെത്തുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഭൂമി കണ്ടെത്തുവാനും യോഗമുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിനേക്കാട്ടുപരി സർവജന സ്വീകാര്യവും വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. വിനോദയാത്ര മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിലെല്ലാം പൂർണ്ണ വിജയം കൈവരിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗമുണ്ട്. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോയാലോ എന്നുള്ള തോന്നലിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള യോഗം കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് പിന്മാറി സ്വന്തം കൺവെട്ടത്തിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ മണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും യോഗം കാണുന്നുണ്ട്. വിപുലമായിട്ടുള്ള ചർച്ചയിലൂടെ സുതാര്യതയുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് വന്നു ചേരുവാനും യോഗമുണ്ട്. മക്കളുടെ സഹായത്താൽ പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു. കീഴ് ജീവനക്കാരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായിട്ടുള്ള പദ്ധതികൾ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ജൂൺ ജൂലൈ മാസത്തിലെ അതിനൊരു പൂർണ്ണതമായിട്ടുള്ള സമർപ്പിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കുടുംബത്തിന് സമാധാനാന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത കരാർ ജോലികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നു. അന്യരുടെ ആശ്രയത്തിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കി സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് നടത്തുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും അവസരങ്ങളും അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ യോഗം കാണുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകും. മക്കൾക്ക് അനാവശ്യമായുള്ള പരിഷ്കരണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള യോഗം കാണുന്നുണ്ട്. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ജോലിയോടൊപ്പം തന്നെ അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാഹസ പ്രവൃത്തികളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് 1-2 ദിവസം അവധിയെടുത്ത് ആശുപത്രിവാസം വേണ്ടി വരുവാൻ യോഗം കാണുന്നു. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സുരക്ഷിതമല്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി സുരക്ഷിതമായിട്ടുള്ള ചില തൊഴിൽ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനും അവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും യോഗം കാണുന്നുണ്ട്. നിയമനിർവഹണത്തിൽ
അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി അർഹമായിട്ടുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല വിധത്തിലുള്ള ഹ്രസ്വകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളെല്ലാം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടിയും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം ഉണ്ടാകും. ഇതാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും യോഗമുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട്. പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കുന്നത് വഴി ഉന്നതരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇടവരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരു പക്ഷേ 3 മാസത്തിൻ്റെ ഉള്ളിൽ മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് വിദേശയാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത പദവിയോടുകൂടിയതായുള്ള ഒരു അവസരം വന്നു ചേരുന്നത് വഴി, ഉദ്യോഗത്തിൻ്റെ അവസരം വന്നു ചേരുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കും. അഭിപ്രായ സമന്വയത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ന്യായമായ ആവശ്യങ്ങൾ അവലംബിക്കുന്നത് വഴി എല്ലാവരിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്ന് ചേരുവാനിടവരും. വിജ്ഞാനികളുടെ ആശയങ്ങൾക്ക് പുതിയ തലങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉദ്യോഗത്തിനോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. മാനസികമായിട്ട് പല വിധത്തിലുള്ള തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനാവശ്യമായിട്ടുള്ള ചിന്തകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. നിലവിലുള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് ഒരു ഗൃഹം വാങ്ങിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. ഗുരുകാരണന്മാരുടെ വാക്കുകൾ അർത്ഥമൂല്യങ്ങളായതുകൊണ്ട് അനുവർത്തിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ വ്യാകുലതയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായുള്ള നിർദ്ദേശം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള പരിശ്രമം അനുകൂലമായി തീരും. പുതിയ ഭരണ സംവിധാനം അനുകൂലമാക്കി തീർന്ന വിധത്തിൽ അവലംബിക്കുന്നത് വഴി സൽകീർത്തിക്കും ഉന്നതരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനും സാധ്യതയുണ്ട്. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ യോഗം കാണുന്നുണ്ട്. നീതിയുക്തമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നു. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്.
മാതാവിനും മാതൃബന്ധികൾക്കും അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല രേഖകളും തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുവാനും അതിന് തക്കവണ്ണമുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ഈ ഒരു മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.